ഹോശേയ അധ്യായം 1. ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായി യോവാശിന്റെ മകനായ യൊരോബെയാമിന്റെ കാലത്തും ബെയേരിയുടെ മകനായ ഹോശേയയ്ക്കുണ്ടായ യഹോവയുടെ അരുളപ്പാട്. യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശേയയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കാം. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ചെന്ന് ദിബ്ലയീമിന്റെ മകളായ ഗോമരിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് അവന് ഒരു മകനെ പ്രസവിച്ചു. യഹോവ അവനോട്, അവന് ഇസ്രയേൽ, അതായത് ദൈവം വിതയ്ക്കും എന്നു പേർ വിളിക്ക. ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രയേലിന്റെ രക്തപാതകങ്ങളെ യേഹൂ ഗൃഹത്തോട് സന്ദർശിച്ച് ഇസ്രായേൽ ഗൃഹത്തിന്റെ രാജത്വം ഇല്ലാതെയാക്കും. അന്നാളിൽ ഞാൻ ഇസ്രായേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിന്റെ വില്ലൊടിച്ചു കളയും എന്നരുളി ചെയ്തു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട്, അവൾക്ക് ലോരുഹാമ, അതായത് കരുണ ലഭിക്കാത്തവൾ എന്നു പേർ വിളിക്ക. ഞാൻ ഇനി ഇസ്രായേൽ ഗൃഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കയില്ല. എന്നാൽ യഹൂദ ഗൃഹത്തോട് ഞാൻ കരുണ കാണിച്ചു. അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേകവരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും എന്നരുളി ചെയ്തു. അവൾ ലോരുഹമായെ മുലകുടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ യഹോവ അവന് ലോ അമ്മി, അതായത് എന്റെ ജനമല്ല എന്നു പേർ വിളിക്ക. നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയുമില്ല എന്നരുളി ചെയ്തു. എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെയിരിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്നവരോട് അരുളി ചെയ്തതിനു പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്നവരോട് പറയും. യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ചു ദേശത്തുനിന്ന് പുറപ്പെട്ടു പോകും. ഇസ്രായേലിന്റെ നാൾ വലുതായിരിക്കുമല്ലോ.